ഇന്ന് നമ്മൾ ചെയ്യുന്നത് 5ാം ക്ലാസ്സിലുള്ള ഒന്നാമത്തെ ചാപ്റ്റർ വരകളും വട്ടങ്ങളും അതിലുള്ള പേജ് നമ്പർ 14-ലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ചുവടെയുള്ള ചിത്രങ്ങളിലെ വരകളുടെയെല്ലാം നീളം 3 സെൻറ്റിമീറ്റർ ആണ്. അവയെല്ലാം വരച്ച് നിറം കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതൊരു സമചതുരമാണ്. എല്ലാ വരകളുടെയും നീളം 3 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കുക. അപ്പോൾ ചതുരം വരയ്ക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കല്? നമ്മളുടെ ജോമെട്രിക്കൽ ബോക്സിൽ 2 മട്ടങ്ങളുണ്ട്. അതിൻ്റെ കോർണറാണ് ചതുരം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ചതുരം വരയ്ക്കുമ്പോൾ എന്താണ്, ഇതാ ഈ ലൈനുമേൽ ഇങ്ങനെ കൊള്ളിച്ച് വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ വശം വരയ്ക്കുക. അതേപോലെ ഈ സൈഡിലും 3 സെൻറ്റിമീറ്റർ. ഈ വരയമേൽ കറക്റ്റ് സൈഡ് വരണേ. 3 സെൻറ്റിമീറ്റർ. നമുക്ക് ഇതാ ഇവിടെ വെച്ച് ഈ വരകൾ കൂട്ടിമുട്ടിക്കണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ചു. ഇനി അടുത്ത ഏതാണ്? ഇതാ ഈ കളറുള്ള ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതിൻ്റെ വശങ്ങളുടെ നീളം ഒക്കെ 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ആദ്യം 3 സെൻറ്റിമീറ്ററിൽ ആദ്യം വര വരയ്ക്കുന്നു. 3 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കാം. ഇതിൻ്റെ കോർണർ നോക്കേ. ഈ കോർണറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കോർണർ വെച്ച് വരക്കണം. ഈ കോർണറാണ് വന്നിരിക്കുന്നത്. ഈ കോർണർ ഈ ലൈനുമേൽ കൊള്ളിച്ച് വെക്കുക. ഇത് നമുക്ക് വേണ്ടത് 3 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ പെൻസിലെടുത്ത് ഒരു നീട്ടിയൊരു വര വരയ്ക്കാം. അതേപോലെ ഇതാ സ്കെയിൽ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ കോർണർ വരക്കണ്ടേ, അടുപ്പിച്ച് വെച്ച് ഇതിങ്ങോട്ടിങ്ങനെ നീക്കിക്കൊണ്ടുവരാം. നമുക്ക് 3 സെൻറ്റിമീറ്ററല്ലേ വേണ്ടേ? ഈ സൈഡ് വെക്കണേ. 3 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ചത് ഇതിങ്ങനെ നീക്കിക്കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടും ഒരു ലൈന് വരക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ നീളം നമുക്ക് അളന്നെടുക്കണം അല്ലേ? ഇതിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. ഇവിടെ പോയിൻ്റ് ഇടാം. ഇനി ആ പോയിൻ്റുകൾ കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ഈ ചിത്രമാണത്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഇതാണ്. ഇതിൻ്റെ കോർണർ നോക്ക്. ഇതാണ് ഇതിൻ്റെ കോർണർ വരുന്നത്. അടുത്ത ചിത്രം വരക്കാം. 3 സെൻറ്റിമീറ്റർ. അതാണ് നമ്മളുടെ കോർണർ. ഈ മട്ടാണ് എടുക്കേണ്ടത്. ഈ മട്ടത്തിൻ്റെ ഈ കോർണറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ലൈനുമ്മലായിട്ട് കൊള്ളിച്ച് വെക്കുക. അപ്പോൾ നീട്ടി വരക്കാം. അതേപോലെ
ഈ സൈഡ് വരുമ്പോൾ ഇതാ ഈ ലൈന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ലൈന് തെറ്റില്ല. അതിനാണ് ഈ സ്കെയിൽ വെക്കുന്നത്. ഇതാ ഇവിടെ കറക്റ്റ് ഇവിടെ വരും. അപ്പം ആ വശവും നീട്ടി വരക്കാം. എന്നിട്ട് നമുക്ക് 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം അല്ലേ. 3 സെൻറ്റിമീറ്റർ. ഇനി ആ ലൈനുകൾ കൂട്ടി വരക്കാം. അപ്പോൾ അതാണ് നമ്മളുടെ യെല്ലോ കളർ, മഞ്ഞ കളറുള്ള. ഇനി അടുത്തത് നമുക്ക് ഇതാണ് വരക്കേണ്ടത്. ഇത് ഏത് കോർണറാണ് വരുന്നത്? ഇതാ ഈ കോർണറാണ് വരുന്നത്. ഈ കോർണർ ഉപയോഗിച്ചിട്ട് വരക്കണം. അത് നോക്കാം. 3 സെൻറ്റിമീറ്റർ. ഈ കോർണറാണ്. ഈ കോർണർ ഉപയോഗിച്ച് നീട്ടി വരക്കാം. അതേപോലെ ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടുമ്പോൾ ഈ സ്കെയിലിന് സമമായിട്ട് വരണം കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമ്മളോട് ഇങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഈ ലൈനിന് സമമായിട്ട് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന് ഇനി എന്ത് ചെയ്യണം? വശം അളന്ന് നോക്കണം അല്ലേ. 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇനി ഈ വശങ്ങൾ കൂട്ടി യോജിപ്പിക്കണം. ഇത് 4 വരച്ച്. ഇനി നമുക്ക് ഇതാ വരക്കാനുള്ളത്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇത് ഏത് വശമാണ് വരുന്നത് നോക്കാം. നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് വരക്കേണ്ടത്. അതല്ല, ഈ വശമാണ് വരുന്നത്. ഈ വശം ഉപയോഗിച്ച് വരക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 3 സെൻറ്റിമീറ്റർ. പിന്നെ ഈ വശം ഈ വശമല്ല, ഇതാണ് ഈ കോർണറാണ്. ഈ കോർണർ ഉപയോഗിച്ച് വരക്കാണ്. ഈ കോർണർ ഉപയോഗിച്ച് ഇങ്ങോട്ട് നീട്ടി വരക്കാം. അതേപോലെ ഈ സൈഡിൽ ഈ സ്ക്വയർ തിരിച്ചു വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ സൈഡാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ സൈഡ് തന്നെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് വെച്ചത്. അത് നേരെ കറക്കി ഈ വശത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കാം നമുക്ക്. 3 സെൻറ്റിമീറ്ററല്ലേ എന്ന്. കറക്റ്റ് 3 സെൻറ്റിമീറ്ററാണ്. ഇത് 3 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമ്മളിത് വെച്ച് വരക്കുമ്പോൾ ഇങ്ങനെ നീട്ടി വരച്ചാൽ അത് 3 സെൻറ്റിമീറ്ററാണ് കിട്ടുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ചിത്രം, മൂന്നാമത്തെ ചിത്രം നമുക്ക് നാളെ ചെയ്യാം കേട്ടോ.